ഹലോ ഡിയേഴ്സ്. അങ്ങനെ നിങ്ങളും ഞാനും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഡേ എത്തി. അങ്ങനെ ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എയർപോർട്ടിൽ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ മാനേജർ എത്തിയിട്ടുണ്ട്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഓൾ ടൈം മീൽസ്, അക്കോമഡേഷൻ, പ്രൈവറ്റ് ഗാർഡ്, സൈറ്റ് സീയിങ്ങിനുള്ള വെഹിക്കിൾ, വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. രണ്ട് സൈഡ് കടല്, നടുക്ക് റോഡ്, ഇതൊക്കെ കണ്ടപ്പോഴേ എന്തെന്നില്ലാത്ത സന്തോഷം. ഒരു പുതിയ ലോകം. ഞങ്ങളെ കൂടാതെ ഒരു 6-7 ഫാമിലി കൂടി അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക്സൊക്കെ തന്ന് സസന്തോഷം അവർ നമ്മളെ സ്വീകരിച്ചു. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി റിസോർട്ട് മാനേജർ അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെ ഡേയ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നതിനെ പറ്റി ഒരു ഷോർട്ട് ഇൻഫർമേഷൻ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ക്ലീൻഡ് ആയിട്ടുള്ള റൂമാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബാത്റൂം ഉൾപ്പെടെ എല്ലാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ മനോഹാരിത ആസ്വദിക്കാൻ ഞാൻ ഇറങ്ങി. നീലാകാശം, നീലക്കടൽ, വെളുത്ത മണൽത്തരികൾ, ആഹാ എന്തൊരു ഭംഗി! പീസ്ഫുൾ ആയിട്ടുള്ള നേച്ചർ, ഒരു കൂട്ടം നല്ല മനുഷ്യർ. നമ്മൾ അറിയാതെ തന്നെ ഇതൊക്കെ കണ്ടങ്ങ് ലയിച്ചു പോകും. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എൻ്റെ മോളായിരുന്നു ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എനിക്ക് സമ്മാനിച്ചത്, എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു. വെള്ളത്തിനടിയിലോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. ഞാനും മക്കളും സ്നോർക്കലിംഗ് ചെയ്യാനുള്ള പുറപ്പാടില്ല. നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടർ എപ്പോഴും ഉണ്ടായിരിക്കും. കോറൽസ്, ഫിഷ്, അങ്ങനെ കുറേ ഞാൻ അതിൽ കണ്ടു. പിന്നെ അടുത്തത് കയാക്കിംഗ്. വെള്ളത്തിലൂടെ തോണി തുഴഞ്ഞ് ഞാനും മക്കളും അങ്ങനെ നടന്നു. അടുത്തതൊരു സംഭവമാ, ജെറ്റ്സ്കി. ഇതിൽ കയറിയപ്പോഴേ എൻ്റെ നല്ല ജീവൻ മേലോട്ട് പോയി. ഇനിയാണ് ഞാൻ കാത്തിരുന്ന സ്കൂബ ഡൈവിംഗ്. പോകുന്നതിന് മുൻപേ ഇൻസ്ട്രക്ഷൻസ് പിന്നെ കൺസെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് മേടിക്കും. ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ, മുങ്ങിത്താഴുമോ, കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും പേടിയല്ലേ. കടലിനടിയിൽ പോകും തോറും എന്താ ഒരു ലോകം! ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്. കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം എന്താ ഭംഗി! ഗ്ലാസ് ബോട്ടിലാ ഇവിടെ നമ്മളെ കൊണ്ടുപോയത്. പോകുന്ന വഴിയിൽ ടർട്ടിൽ, കോറൽ, സ്റ്റാർ ഫിഷ്, അങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകൾ കണ്ടു. ഒട്ടും മോശമല്ലാത്ത നല്ല അടിപൊളി ഫുഡായിരുന്നു ഇത്രയും നാളും. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഭംഗി. ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാ. അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ നെഞ്ചിലേറ്റി ഞങ്ങൾ മടങ്ങി.